എനിക്ക് IPS-ഉം ഇല്ല, പറഞ്ഞു വരുമ്പോ സാറിന്റെ അത്ര നക്ഷത്രവും ഇല്ല. പക്ഷേ 15 വർഷത്തെ സർവീസ് കൂടുതലുണ്ട്. ആ കൺസിഡറേഷൻ പോലും സാർ ഇന്നലെ എനിക്ക് തന്നില്ല. സാറ് മിനിസ്റ്ററുടെ തെറിയും കേട്ട് പത്രത്തിൽ പടവും വന്ന് 4 മെനക്കേടായിട്ട് നിൽക്കുമ്പോ ഞാൻ വീണ്ടും ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഒരൊറ്റ ഒരുത്തനെയും വിശ്വസിക്കരുത്. ഈ ഞാനടക്കം പോലീസിലുള്ള ഒരമ്മമാരെയും വിശ്വസിക്കരുത്. ഏത് നിമിഷം ഏതവനാ കയറി ഷെട്ടിയുടെ ഒറ്റുകാരനാകുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. അതാ നരേന്ദ്ര ഷെട്ടി. വൈകിട്ട് 2 സ്മാളും പിടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ ചിലപ്പോ തോന്നും കൂടെ കിടക്കുന്ന എന്റെ ആലീസിനെ പോലും വിശ്വസിക്കാനൊക്കെ ഇല്ലെന്ന്. അയ്യോ, ചിരിക്കാൻ പറഞ്ഞതല്ല. ഷെട്ടിയുടെ കാര്യം വരുമ്പോ പോലീസിലുള്ള ഒരുവന്റെയും പെമ്പിളമാരെ വിശ്വസിക്കാനും ഒക്കെയല്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആലീസിനെ വിശ്വസിക്കാൻ കൊള്ളുകയല്ല, തീരെ കൊള്ളുകയല്ല. അല്ല, മൊത്തത്തിൽ പറഞ്ഞപ്പോ ഒരു താളത്തിനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. താളം കറക്റ്റാ, അസല് ത്രിപുട താളം. ആലീസ് കള്ളി തന്നെയാ, പരമ പെരും കള്ളി. ഭർത്താവില്ലാത്ത നേരം നോക്കി സന്ധ്യമയക്കത്തിന് ചെറുപ്പക്കാരനും കാണാൻ കൊള്ളാവുന്നവനുമായ പരപുരുഷനെ ഫോണിൽ വിളിച്ച് കിന്നരിക്കുന്നവളെ കള്ളീന്ന് മാത്രം വിളിച്ചാ മതിയോടോ ജോൺ വർഗീസേ? പോരാ, അതാ ഞാൻ പരമ പെരും കള്ളി എന്ന് വിളിച്ചത്. അതെന്നാ സാറേ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഒരുമാതിരി മൊനവച്ച മറുഭാഷ പറയുന്നേ? ഈ ആലീസ് നല്ല ഉരുപ്പടിയായിരിക്കും, ഏത് ഷെട്ടിക്കും പറ്റിയ അസല് മുതല്. സാറേ ദേ ഒരുമാതിരി പൂവമ്പഴം അണ്ണാക്കി തള്ളി വർത്താനം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. പൂവമ്പഴം അണ്ണാക്കി തടഞ്ഞതിന്റെ അരുചി മാറ്റിത്തരാം. ഫീൽ ദ ടേസ്റ്റ് ഓഫ് യുവർ ബ്ലഡ് ആൻഡ് ബ്രെയിൻ. തലച്ചോറ് പിളർന്ന് അണ്ണാക്കിൽ ഇറങ്ങുന്നതിന്റെ സുഖം അറിയണോ തനിക്ക്? ഷെട്ടിയുടെ ഒറ്റുകാരിയായി ഇന്നലെ രാത്രി കള്ളപ്പേരിൽ എന്നെ ടെലിഫോൺ വിളിച്ചതാരാണ്? ശർമ്മ. ഔട്ട് ഔട്ട് സർ. മിസസ് ആലിസ് ജോൺ വർഗീസ്, രാമപുരം തേക്കിൻകാട്ടിൽ പുന്നൂസ് തരകന്റെ മകൾ, ഷെട്ടിയുടെ വിശ്വസ്തനായ ഒറ്റുകാരന്റെ ഭാര്യ. ഈ കണ്ണീരും തൊഴുകയും ഷോ ഓഫ് ആണെന്നറിയാം, എന്നാലും സസ്പെൻഷൻ അടക്കമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനും തൽക്കാലം ഞാൻ ഇയാൾക്കെതിരെ എടുക്കുന്നില്ല. ദിസ് ഇസ് ഫോർ യു. പറഞ്ഞത് ഭംഗിവാക്കല്ല, ഓൺലി ഫോർ യു. ടെലിഫോൺ വിളയാട്ടം ഇനിയും തുടരുമ്പോ try to avoid me. മനസ്സിലായടി പൊന്ന. ഔട്ട്. എനിക്ക് ലഭിച്ച ടെലിഫോൺ കോൾ ഫേക്ക് ആണെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ ഇന്നലെ ഒരു റെയ്ഡിനിറങ്ങി പുറപ്പെട്ടത് മണ്ടം കളിക്കാനല്ല, 2 ലോഡ് സെക്കൻഡ്സ് വിദേശ മദ്യം പിടിച്ച് വീരദേശാഭിമാനി ചമയാനും അല്ല, ഒറ്റുകാരെ കണ്ടുപിടിക്കാനാണ്. ഷെട്ടിയുടെ ഒറ്റുകാരൻ. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഷെട്ടി ആ ലിമിറ്റും ക്രോസ് ചെയ്തു. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടും അയാളുടെ ഭാര്യയും വരെ ഒറ്റുകാർ. ഒരിക്കലും ശാപമോക്ഷം കിട്ടാത്ത ഈ മുടിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ഒരുവനും വൺ മാൻ ഷോ നടത്തി ഷൈൻ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ ആ ഷോ നടത്തും. ഷെട്ടിയല്ല, ഒരു കവലച്ചട്ടമ്പിയെ അറസ്റ്റ് ചെയ്യാൻ പോലും നാണം കെട്ട ഈ പോലീസ് ഫോഴ്സിനെ വെച്ച് കഴിയില്ലെന്ന് എനിക്കറിയാം. ഒറ്റുകാരുടെ എണ്ണം ഒരു ജോൺ വർഗീസിൽ ഒതുങ്ങുന്നില്ല. ഉണ്ടോ? ടെലിഫോൺ എക്സ്ചേഞ്ച് നമ്പർ കോഡ്. ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച നമ്പറുകളാണ്. അതിൽ ജോൺ വർഗീസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് 2 നമ്പറുകൾ മാത്രം. ഒന്ന് എന്റെ വീട്ടിലേക്ക്, മറ്റൊന്ന് ഷെട്ടിയുടെ ഓഫീസിലേക്ക്. ഏത് കുറ്റവാളിയും സ്വയം പിടിക്കപ്പെടാനുള്ള ഒരു ലൂപ്പോൾ ഉപേക്ഷിക്കുമെന്നാണല്ലോ നമ്മുടെ പോലീസ് തിയറി. ഇത്രയും സർവീസ് ഉള്ള തനിക്ക് ഈ നിസ്സാര ലൂപ്പോൾ അടയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോടോ വർഗീസേ.
ഒരു ശുദ്ധി കലശത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. ചേഞ്ച് യുവർ സെൽസ് or else I'll react upon you. മുഹമ്മദ്, ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അടുത്തു തന്നെ കാണാം. ഫാത്തുമയോട് പ്രത്യേകം അന്വേഷണം പറയണം. അവൾക്കൊരു സമ്മാനം അകത്ത് വെച്ചിട്ടുണ്ട്. നരേന്ദ്ര ഷെട്ടി അങ്കിളുടേതായിട്ട്. നരേന്ദ്ര ഷെട്ടി? ലൈല, ലൈല, പാത്തു, പാത്തു, ലൈല, ലൈല, കുളിക്കാ. 2 മിനിറ്റ്. പാത്തുക്കുട്ടി എവിടെ? അവിടെ ഉണ്ടായിരുന്നല്ലോ. ബെഡ്റൂമിൽ നോക്കിയോ? Yes. മുഹമ്മദ്, ഭയന്നു പോയല്ലേ? യെസ് 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 യെസ്, താൻ വല്ലാതെ ഭയന്നു. എടോ, തന്റെ വലത് കയ്യിലിരിക്കുന്ന പൂച്ചണ്ടില്ലേ, that bunch of red roses, throw it off here. അതും പൊട്ടിയില്ല. പേടിച്ചതൊക്കെ വെറുതെ അല്ലേ? റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ. ആള് ഭയങ്കരനാണെന്നാണ് എന്റെ ബോയ്സ് ഒക്കെ ഇവിടെ പറഞ്ഞു പരുത്തുന്നത്. ആണോ? കീപ് away from നരേന്ദ്ര ഷെട്ടി. miles away. do not trespass. അതിക്രമിച്ചു കടക്കരുത്. bloody shit. Good morning. Welcome. Leave him. ആഹാ, ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റാർ ബ്യൂട്ടി പാർലറിന്റെ സെറ്റപ്പുകളാണല്ലോ. കൊള്ളാം. നല്ല ഒരു മൾട്ടിപർപ്പസ് ഗ്യാങ്ങും ഷാർപ്പ് ഷൂട്ടിംഗ് ബാർബേറിയൻസ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിവെപ്പുകാരായ തൊരപ്പന്മാർ. താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്ന് ഈ തൊരപ്പന്മാരായിരിക്കും സാറിനെ അറിയിച്ചത്, അല്ലയോ? അവരത് പറയും. ആ കാലിബർ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പറ്റിയ ആയുധം തന്നെ കൈ കൊടുത്തിരിക്കുന്നത്. ക്ഷൗരക്കത്തി. ഓ ഗോഡ്, ഇറ്റ്സ് ബ്ലീഡിംഗ്.
ലോഷൻ കൊടുക്ക്, ലോഷൻ കൊടുക്ക്. എടോ, ആ ആഫ്റ്റർ ഷേവ് എടുത്ത് പുരട്ടി കൊടുക്കാൻ. ബാഡ് ഓമൻ. കയ്യിൽ ആയുധമില്ലാത്ത മുഹമ്മദ് സർക്കാരിന്റെ സാന്നിധ്യം പോലും നരേന്ദ്ര ഷെട്ടിക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു. മിസ്റ്റർ നരേന്ദ്രൻ ഇന്നലെ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. കുറ്റക്കാരൻ ഞാൻ തന്നെ. ആളും പേരും ഇല്ലാത്ത ഒരു ടെലിഫോൺ മെസ്സേജിന്റെ പേരിൽ സാറിനെ പോലൊരു പാവപ്പെട്ട കുടക്കച്ചവടക്കാരനെ മനഃപൂർവ്വം ഞാൻ ഹേർട്ട് ചെയ്യൊന്നും ആയിരുന്നില്ല. ഒരു അബദ്ധം പറ്റിയതാ. ആ, അതിനുള്ള ദൈവശിക്ഷയും കിട്ടി. പത്രങ്ങളിലൊക്കെ കണ്ടു കാണും ഞാൻ അങ്ങനെ മുത്തുക്കൊടയും പിടിച്ച് മൾട്ടി കളറിൽ നിന്ന് ചമ്മുന്നത്. ആ, അത് സാരമില്ല. അല്ലോ, റെഡ് റോസസ്. ഇന്നലത്തെ സംഭവത്തിന് ശേഷം എനിക്ക് ഈ ചുവന്ന റോസാപ്പൂക്കൾ കാണുന്നതേ ഭയമാണ്. കയ്യിൽ നിന്നങ്ങനെ കത്തിയെറിഞ്ഞാലോ? പൂട്ടിക്കിടക്കുന്ന വണ്ടി കുത്തി തുറന്ന് അതിനകത്ത് ഗിഫ്റ്റും കത്തും ഒക്കെ വെക്കുക. ബെഡ്റൂമിൽ കടന്നിറങ്ങുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ ബെഡിൽ പാവക്കുട്ടി. ടെലിഫോണിന് സുഗന്ധം പകരാൻ ബൊക്കെ. പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഒരു ടെലിഫോണിക് വരട്ട്. ഒരു ടെറിഫൈങ് ഹൊറർ എഫക്റ്റ് ഉണ്ടാക്കി എതിരാളിയെ പേടിപ്പിക്കൽ. അല്ല, സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായേയില്ല. പക്ഷെ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി തരാനാണ് ഇപ്പൊ വന്നത്. ഈ സർക്കാർ കാക്കിയും തൊപ്പിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ദാ ഇതുപോലെ സാറിന് ചെയ്തു തരാനല്ല, ഉത്തരവാദിത്തത്തോടെ ചിലതൊക്കെ ചെയ്ത് തീർക്കാനാണ്. അതിന് തടസ്സം നിന്നാൽ ഇനിയും ബ്ലീഡിംഗ് ഉണ്ടാവും. നോട്ട് എ മോക്ക് ബ്ലീഡിംഗ് ലൈക്ക് ദിസ്, ദ റിയൽ ബ്ലഡ്ഷെഡ്. ആൻഡ് മുഹമ്മദ് സർക്കാർ ഇസ് ഇൻഫ്ലാമബിൾ, highly inflammable.